ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖാണോ? ഇന്നിവിടെ ജൂലൈ 1 ട്യൂസ്ഡേ ആണ്, കാനഡ ഡേ. സോ നമുക്ക് എല്ലാവർക്കും അവധിയാണ് കേട്ടോ. അതുകൊണ്ട് ഉറക്കമൊക്കെ എണീറ്റ് ഡേ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മീൽ പ്രിപ്പ് ചെയ്യാനുണ്ട്. ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കണം, ലഞ്ച് സെറ്റാക്കണം, കുറച്ച് ഗ്രോസറി. ഇന്ന് കട തുറക്കുമെന്ന് എനിക്ക് യൂഷ്വലി വലിയ കടകളൊന്നും തുറക്കാറില്ല, ലൈക്ക് ഇവിടുത്തെ വലിയ ഗ്രോസറി സ്റ്റോഴ്സ് ഒന്നും തുറക്കാറില്ല. പക്ഷേ ഈ ചെറിയ ശ്രീലങ്കൻ കടകൾ അങ്ങനത്തെ ഷോപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ തുറക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒന്ന് പോയി നോക്കണം. പിന്നെ ലോണ്ട്രി, എനിക്കറിയില്ല, എനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും ഇങ്ങനെയാണോ ഒന്ന് പറ. ലോണ്ട്രി ചെയ്തിട്ട് വന്നാൽ ലോണ്ട്രി ചെയ്യുന്നത് വരെ ഓക്കെ, പിന്നെ ഈ മടക്കി ഒതുക്കി വെക്കുന്നത് ഭയങ്കര മടിയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ എന്താ പറയുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ ഐ തോട്ട് ഓഫ് ലൈക്ക് ജസ്റ്റ് ടേക്കിംഗ് യു അലോങ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. എനിക്ക് ഒരു പിടുത്തത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ജസ്റ്റ് ചാറ്റ് ജി പി ടിയോട് സ്ക്രിപ്റ്റൊക്കെ ചോദിച്ചു കേട്ടോ. ചാറ്റ് ജി പി ടിയോട് സ്ക്രിപ്റ്റ് ചോദിച്ചപ്പോൾ ചാറ്റ് ജി പി ടി എൻ്റെ ഡേ ഇൻ മൈ ലൈഫും തമ്മിൽ ഒരു ബന്ധമില്ലാത്തൊരു സ്ക്രിപ്റ്റാണ് ചാറ്റ് ജി പി ടി തന്നത്. പിന്നെ എനിക്കപ്പം ഞാൻ വിചാരിച്ചു, അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കീവേഡ്സ് ആയിട്ട് അടിച്ചു കൊടുത്ത് അതനുസരിച്ചുള്ളൊരെണ്ണം സെറ്റ് തരാൻ പറഞ്ഞ് ചാറ്റ് ജി പി ടി ചെയ്ത് തരും. പിന്നെ ഞാൻ ഓർത്തു എന്തിനാ വെറുതെ, നമുക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. സോ പിന്നെ അത് ഭയങ്കര ആർട്ടിഫിഷ്യലായി പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തെ പരിപാടി അതൊക്കെ തന്നെയാണ്. സോ ഈ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യും. ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയാൽ ഞാൻ ഓഫ് കോഴ്സ് അപ്ലോഡ് ചെയ്യും, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ. ആസ് ഐ സെഡ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറേ നാളത്തെ എൻ്റെ റിസർച്ചിന് ശേഷം ഞാൻ ബിൽഡ് ചെയ്തെടുത്തുള്ളൊരു എനിക്ക് വർക്ക്ഔട്ട് ആവുന്ന ഒരു നൈസ് സ്കിൻ കെയർ റുട്ടീനാണ്. എൻ്റെ സ്കിൻ വന്നിട്ട് ഡ്രൈ സ്കിൻ ആണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പ്രോഡക്ട്സ് എല്ലാം ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ. നിങ്ങളിൽ പലരെയും പോലെ തന്നെ പരസ്യം കണ്ടിട്ടും ഈ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ടും ഒക്കെ ആവശ്യമില്ലാത്ത കുറേ പ്രോഡക്ട്സ് വാങ്ങിച്ച് ഞാൻ എൻ്റെ പൈസയും സമയവും അതേപോലെ എൻ്റെ സ്കിന്നും ഡാമേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിന് മുന്നേയും അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഫസ്റ്റ് തിങ് ചെക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് അത് ഏത് പ്രൊഡക്റ്റ് ഏത് ബ്രാൻഡിന്റെ ആണെന്നോ അല്ലെങ്കിൽ അതിന് ഇത്ര വില ഉണ്ടെന്നോ ദാറ്റ് ഡസന്റ് മാറ്റർ. ഈ ഒരു ബ്രാൻഡ് അല്ലേ, ഇത് സൂപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന് ഈ വില കൂടിയ പ്രൊഡക്ട്സ് ആണ് ഏറ്റവും ബെറ്റർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു തോട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അതൊക്കെ വെറും പൊട്ട ചിന്താഗതിയാണെന്ന്. അപ്പൊ നിങ്ങളും ഇൻ കേസ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ആണ്. അതിൽ ആൽക്കഹോൾ, പെർഫ്യൂം അല്ലെങ്കിൽ ഫ്രേഗ്രൻസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മള് സ്കിൻ ഓഫ് കളേഴ്സിന് ഡെഫിനറ്റ്ലി ഒരു നോയാണ് കേട്ടോ. ഒരുപാട് ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിന്റെ മാർക്കറ്റിംഗ് ടൂള് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ മണം അടിപൊളിയാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻച്വലി ഈ ഫ്രേഗ്രൻസ് ഉള്ള പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുകയും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ലോങ് റണ്ണിൽ ഡാമേജ് ആക്കുകയും ചെയ്യും. പിന്നെ നല്ലൊരു സ്കിൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 10 സ്റ്റെപ്പ് സ്കിൻ കെയറിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇൻവെസ്റ്റ് ഇൻ ദ റൈറ്റ് പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു അവർ ബഡ്ജറ്റ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ കൺസേൺ അനുസരിച്ചും നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചും പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. ഇനി മറ്റൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും മേക്ക് ഷുവർ യു ഇൻവെസ്റ്റ് ഇൻ എ ഗുഡ് സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ. അപ്പൊ ദാ സ്കിൻ കെയറിനൊക്കെ ശേഷം ലൈറ്റ് ആയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ നേരെ പോയത് കിച്ചണിലോട്ടാണ്. നമുക്ക് ചായ ഇടുന്ന പരിപാടി തുടങ്ങാം. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് കുക്ക് ചെയ്യാനുള്ള മീറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് റൂം ടെമ്പറേച്ചർ ആയി കിട്ടാനായിട്ട് വെളിയിലേക്ക് വെക്കാം. അപ്പം നമുക്ക് ചായ ഇട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ ഒത്തൻറ്റിക് രീതിയിലുള്ള കേരള സ്റ്റൈൽ ചായ കുടിക്കുന്നത് ഭയങ്കര കുറവാണ്. ഐ മീൻ വീക്കെൻഡ്സ് മാത്രമേ കുടിക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഐ എം നോട്ട് എ ചായ പേഴ്സൺ കമ്പയറിങ് ടു കോഫി. അപ്പം മൺഡേ ടു ഫ്രൈഡേസ് ഞാൻ ദിവസം ഒരു കോഫി ഞാൻ കുടിക്കാറുള്ളത്. അത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓവനിൽ ഒരു കപ്പിൽ കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് അതൊരു 2 to 3 minutes വെച്ച് സെറ്റായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കോഫി പൗഡർ ഇട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് ആണ് ഞാൻ കോഫി കുടിക്കാറ്, മധുരം ഇല്ലാണ്ട്. പിന്നെ അത്ര ടയേർഡായിട്ട് തോന്നുന്ന ദിവസങ്ങളിൽ, എനർജി ഭയങ്കര ലോ ആയിട്ടുള്ള തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ ചിലപ്പം ഷുഗർ ആഡ് ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അകൽ വന്നിട്ട് രാവിലെ ചായ കാപ്പി കുടി ഭയങ്കര കുടിക്കും. ബട്ട് ആൾ പോകുന്ന വഴി ഇവിടെ ടിം ഹോട്ടൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോഫി ഷോപ്പ് ഉണ്ട്. അപ്പം അവിടെ നിന്നാണ് യൂഷ്വലി ആളുടെ കോഫിയോ ടീയോ എന്താണെന്ന് വെച്ചാൽ വാങ്ങാറുള്ളത്. പിന്നെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുമ്പം അഖിൽ ചായ കുടിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പ്
എടുത്തിട്ട് അതിലേക്ക് മിൽക്ക് ഒഴിച്ചിട്ട് ഓവനിൽ വെച്ചിട്ട് 2 ടീ ബാഗും കൂടി ഇട്ടിട്ടാണ് ആളെ ചായ കുടിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ ചായ കുടിക്കാൻ പറ്റില്ല. ബിക്കോസ് എനിക്കതിനെ ഒരു ചായ എന്ന് തന്നെ വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. കോഫി എനിക്ക് ഓവൻ കോഫി എനിക്ക് പിന്നെയും ബെറ്ററാണ്. ബട്ട് ഓവൻ ചായ എനിക്ക് തീരെ പറ്റത്തില്ല. എനിക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടാറില്ല. സോ അതിന് ആ ഒരു ചായ എനിക്ക് തീരെ പറ്റാറില്ല. പിന്നെ അപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പോൾ വീക്കെൻഡ്സ് ആണ് നമ്മൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. പിന്നെ നമുക്ക് കുടിക്കണം അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു സ്ട്രോങ് ടീ അല്ലെങ്കിൽ കോഫി കുടിക്കണം എന്ന് തോന്നുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മൾ വീക്ക് ഡേയ്സ് ഇങ്ങനെ ചായ ഇടാറുള്ളൂ. ഇവിടെ നമുക്ക് പാല് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു വലിയ പാക്കറ്റിലാണ് വരുന്നത്. ഇത് വന്നിട്ട് 4 ലിറ്റർ ആണ് നമുക്ക് കിട്ടാറ്. ഇതിൽ 3 പാക്കറ്റ്സ് ഉണ്ട് കേട്ടോ മിൽക്കിൻ്റെ. ഞാൻ ആ പാക്കറ്റ് കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും അതിലൊരു പാക്കറ്റ്. ഇങ്ങനത്തെ 3 പാക്കറ്റ്സ് ആയിരിക്കും ഈ ഒരു ബ്ലൂ കവറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിൽക്ക് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒരു പാത്രമാണ്. ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു പാക്കറ്റ് തന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പൊട്ടിച്ച് പകുതി യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത് ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കില്ലല്ലോ. സോ അതുകൊണ്ട് പിന്നെ അതുമല്ല നമുക്ക് ഇങ്ങനെ ഒഴിക്കാനുള്ളൊരു മെനക്കേടും ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇതിലിങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഴിക്കാനും നമുക്ക് സുഖമാണ്. അതേപോലെ ഇത് വൺസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് താഴെ പോയും സ്പില്ലാകുകയും ഒന്നും പോവില്ല. ഇട്ടത് ഇങ്ങനെ പോട്ടിൽ ഒഴിച്ചു വെക്കുന്ന ശീലമൊന്നും നമുക്കില്ല. പക്ഷെ അകിൽ ഉറക്കമായതുകൊണ്ട് ചൂട് പോകാണ്ടിരിക്കാൻ ഞാൻ ചെയ്തേ ഉള്ളൂ. ഞാൻ എന്റെ ചായയായി നേരെ ടിവിയുടെ മുന്നിലോട്ട് പോയി. TV ഓൺ ചെയ്തതും നമ്മൾ 1-2 ദിവസമായിട്ട് കണ്ടോണ്ടിരുന്ന ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു. എപ്പിസോഡ് കണ്ടപ്പോൾ ഒരു ടെംപ്റ്റേഷൻ അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ. അങ്ങനെ കുത്തിയിരുന്ന് 1-2 എപ്പിസോഡ് കണ്ടു. അപ്പൊ ചായ കുടിച്ചു കഴിഞ്ഞു. ഒരു എപ്പിസോഡ് എന്നും പറഞ്ഞ് ഞാൻ ആ സീരീസ്, എനിക്കൊന്ന് സീരീസ് ഒക്കെ കാണാനിരിക്കുന്നവരുടെ ഒരു പരിപാടി അതാണല്ലോ അല്ലെ. അതായത് ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ കുറച്ച് കാണാമെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും. പക്ഷെ അറ്റ് ദി എൻഡ് നമ്മളതിങ്ങനെ പിടിച്ചിരുത്തും. സോ അത് തന്നെ ഇവിടെ സംഭവിച്ചു. കുറച്ചു നേരം അതിന്റെ മുന്നിൽ ഇരുന്ന് കുറച്ച് സമയം കളഞ്ഞു. അപ്പൊ ഇപ്പൊ സമയം ഇവിടെ 12:15. അപ്പൊ ഇനിയെങ്കിലും നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. ഇനിയിപ്പോ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കേണ്ട സമയമായി. പക്ഷെ നമ്മൾ വിചാരിച്ചു ബ്രഞ്ചായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന്. സോ ഞാന് പുട്ടും കടലക്കറിയും ഇത് രണ്ടുമാണ്. അതാവുമ്പോൾ വേഗം ഉണ്ടാക്കി എടുക്കാമല്ലോ. സോ അതുണ്ടാക്കാന്ന് വെച്ചു. നമ്മളിവിടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആദ്യം യൂഷ്വലി വീക്കെൻഡ്സ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും എടുത്ത് എങ്ങനെ എപ്പോഴും വെളിയിൽ വെക്കാറില്ല. സോ പുട്ട് ഉണ്ടാക്കാൻ എന്ത് പുട്ട് ഉണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. വേറെ പുട്ടൊന്നും ഇവിടെ അകില് കഴിക്കില്ല എക്സെപ്റ്റ് വീറ്റ് പുട്ട്. സോ അപ്പൊ ഞാൻ വിചാരിച്ചു വീറ്റ് പുട്ട് ഉണ്ടാക്കാം. അതിന്റെ കൂടെ കുറച്ച് റാഗി പുട്ട് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഒരു പുട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. ഞാന് എലൈറ്റിന്റെ വീറ്റ് പുട്ടുപൊടിയും പിന്നെ എനിക്ക് തോന്നുന്നു ഇത് പൊൻകദറിന്റെ ആയിരുന്നു തോന്നുന്നു. പൊൻകദറിന്റെ റാഗി പുട്ടുപൊടിയും. എനിക്ക് യൂഷ്വലി പൊൻകദറിന്റെ പുട്ടുപൊടിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷേ ഈ വട്ടം ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് പൊൻകദറിന്റെ പുട്ടുപൊടി നാട്ടിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാനുള്ള സമയമൊന്നും നാട്ടിലധികം ഉണ്ടായിരുന്നില്ല. ഇവിടെ യൂഷ്വലി ഞങ്ങൾക്ക് പൊൻകദറിന്റെ പുട്ടുപൊടി കിട്ടും. പക്ഷേ അടുത്ത് നോക്കിയിട്ട് കണ്ടുമില്ല. ഇനി എന്താണെന്നറിയില്ല. ബാക്കി എന്തിന്റെ പുട്ടുണ്ടാക്കിയാലും എനിക്ക് ആ സാധനത്തിൽ നിന്ന് കുത്തിയിറങ്ങി വരില്ല. എപ്പോഴും അതിങ്ങനെ കട്ടിയായിട്ടിരിക്കും. സോ അറിയില്ല ഈ ലൈറ്റിന്റെ പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കുമ്പോൾ റെഡി ആവോ ഇല്ലയോ എന്ന് അറിയില്ല. ഇന്നറിയാം ഇറങ്ങി വരുമോ, പുട്ട് കുത്തി ഇറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അകിൽ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ക്യാമറയിൽ നോക്കിയപ്പോ ഒരു തല കണ്ട് പേടിച്ചു പോയി. പുറകിലൊരു തല കണ്ട് നോക്കിയതാ ഞാൻ ആരാന്ന്. അപ്പൊ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളം തിളച്ചു വരുന്ന സമയത്തിന് നമുക്ക് കടലക്കറിയുടെ പരിപാടി നോക്കാം. കുക്കറിൽ നാവ് വന്ന് തുടങ്ങി. ഇനി നമുക്ക് പുട്ട് സെറ്റാക്കി എടുക്കാം. പുട്ട് ശരിയായാൽ മതിയായിരുന്നു. കുത്തി ഇറക്കി വരാൻ പറ്റിയാൽ മതിയായിരുന്നു. ഫിംഗേഴ്സ് ക്രോസ്ഡ്.
ഇപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പുട്ടിന് ചില്ലിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, പുട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി വെന്തിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സെറ്റാണ്. അപ്പം എൻ്റെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. പുട്ട് സെറ്റാണ്, കുഴയും സെറ്റാണ്, വേവ് സെറ്റാണ്. അപ്പൊ അതാ ബാക്കിയുള്ള പുട്ടൊക്കെ പുഴുങ്ങിയെടുത്തു. പിന്നെ അതിന്റെ ഇടയ്ക്ക് കടലക്കറിയും കൂടെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മള് സോക്ഡ് ആയിട്ടുള്ള കടലയാണ് വാങ്ങണത്. സോ കടലക്കറി ഉണ്ടാക്കിയെടുക്കാൻ വലിയ മെനക്കേടില്ലായിരുന്നു. നമ്മളിവിടെ ഫുഡ് കഴിക്കുമ്പം എന്തെങ്കിലും ടി വിയിൽ കണ്ടോണ്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. അപ്പം ഞങ്ങളിതാ മുന്നേ പറഞ്ഞില്ല ഒരു സീരീസിന്റെ കാര്യം. സോ ആ സീരീസിന്റെ ബാക്കി ഇടാം എന്നതിൽ പറയുക. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ CS എണീക്കുന്നതിന് മുന്നേ ചായ കുടിക്കുന്നതിന്റെ കൂടെ ഒരു 2 എപ്പിസോഡ് നൈസായിട്ട് കണ്ടു എന്ന്. ഹൗസ് മൈ പുട്ട ആൻഡ് കടലക്കറി. പുട്ട് സൂപ്പർ, പുട്ടും കറിയാണ് സൂപ്പർ. ഓക്കെ, നല്ല രണ്ടും പുട്ടൊക്കെ നല്ല കൺസിസ്റ്റന്റ് ആണ്, കറി നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഞാൻ അധികം പുട്ടിന്റെ ഫാനല്ല ഞാൻ, ബട്ട് ഇറ്റ്സ് ഓക്കെ, നൈസാണ്. താങ്ക് യു. ഓക്കെ. കുക്കിംഗിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇവിടെ ഡിഷ് വാഷിങ്ങിന്റെ ഡ്യൂട്ടി അഖിലിനാണ്. അഖിൽ അവിടെ ഡിഷ് വാഷിങ് ചെയ്യാണ്. അറ്റ് ദ സെയിം ടൈം ചിക്കൻ വെട്ടുന്നുണ്ട്. പിന്നെ വീടൊക്കെ തൂക്കാമെന്ന് പറഞ്ഞു. അപ്പം അഖിൽ ആ പണിയൊക്കെ തീർക്കുന്ന സമയത്തിന് ലോണ്ടറി ചെയ്തുകൊണ്ടുവന്ന തുണി ഉണ്ടല്ലോ, അപ്പം അതൊന്ന് ജസ്റ്റ് മടക്കി ഒതുക്കി വെക്കണം. എന്തോരം തുണി മടക്കാനെന്ന് അറിയോ? ഞങ്ങൾ ആകെ 2 പേരേ ഉള്ളൂ, എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇത്രയും തുണിയുണ്ട്. ലോണ്ടറി ചെയ്യാൻ ഓക്കെയാ, പക്ഷെ ലോണ്ടറി ചെയ്യുന്ന സാധനം മടക്കി എടുത്ത് ഒതുക്കി വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്തത് മടക്കുന്നത് പിന്നെ ഓക്കെ, എനിക്ക് ഹാങ് ചെയ്യില്ലേ തുണികള് നമ്മള്, അതെനിക്ക് ഭയങ്കര ദേഷ്യമുള്ള പരിപാടിയാ. വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഞാൻ ഓർക്കും ഈ എന്താ പറയാ, ഒന്ന് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമ്മളൊന്ന് ജനിച്ചതിന്റെ പേരിൽ നമുക്ക് എന്തോരം ബുദ്ധിമുട്ടുകളാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ. രാവിലെ എണീക്കണം, പല്ല് തേക്കണം, പിള്ളേരാണെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകണം, പിന്നെന്താ ഹോംവർക്ക് ചെയ്യണം, പിന്നെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അതിന്റെ ടെൻഷൻ, കൂടിയാലും എക്സ്പെക്ടേഷൻസ് കൂടും, പിന്നെ നെക്സ്റ്റ് ടൈം അത്രയും മാർക്ക് വാങ്ങിക്കാനുള്ള പ്രഷർ. അത് കഴിഞ്ഞ് വളർന്ന് വലുതായി കഴിഞ്ഞാലോ ജോലിക്ക് ഡെയിലി പോകണം, മാനേജറിന്റെ ചീത്ത കേൾക്കണം, ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യണം, പിന്നെ കുക്ക് ചെയ്യണം, ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണം, കിട്ടുന്ന സാലറി കിട്ടിയാലോ അത് ഇത്ര രൂപ ലോണ്, ഇത്ര രൂപ ഗ്രോസറി, ഇത്ര രൂപ ട്രാവൽ എക്സ്പെൻസസ്, പിന്നെ അങ്ങനെ പൈസ മാനേജ് ചെയ്യണം അല്ലെ. അങ്ങനെ എന്തൊക്കെ ഒന്ന് ഓർത്ത് നോക്ക്, നമ്മൾ ജീവിക്കാൻ നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നു. ബട്ട് നമ്മള് ജനിച്ചതുകൊണ്ട് ജീവിക്കണമല്ലോ, ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് മൃഗങ്ങളുടെയൊക്കെ ലൈഫ് ഓർക്കുമ്പോൾ ഭയങ്കര അസൂയ തോന്നാറുണ്ട്. അവരൊക്കെ എന്ത് ചില്ലായിട്ടാ ജീവിക്കുന്നത് അല്ലെ, ഓർത്ത് നോക്ക്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനും സ്ട്രെസ്സും പ്രഷറും ഒന്നുമില്ല. അവരെ ഒരു ദിവസം എങ്ങനെയൊക്കെയോ തള്ളി നീക്കുന്നു എന്നല്ല, അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവര് ഹണ്ട് ചെയ്യുന്നു, അവരുടെ ആകെ ഇതെന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ ഹണ്ട് ചെയ്യുന്നു. പിന്നെ അല്ലാത്ത സമയം അവർ റെസ്റ്റ് എടുക്കുന്നു. അല്ലാതെ നമ്മളെ പോലെ ടൂ മച്ച് സ്ട്രെസ്സും പ്രഷറും ടെൻഷനും ഒന്നും അവർക്കില്ലല്ലോ. ലൈക്ക് ജോലിയിലെ കരിയർ ഗ്രോത്ത് ഓർത്തവർക്ക് സ്ട്രെസ് ഇല്ല, ഫൈനാൻസിന്റെ കാര്യങ്ങൾ ഓർത്തവർക്ക് സ്ട്രെസ് ഇല്ല, ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടാനുള്ള സ്ട്രെസ് ഇല്ല. അങ്ങനെ പക്ഷെ ഇത് വിവരമുള്ളവർ കേൾക്കുമ്പോൾ അവര് ചില സമയം നമുക്ക് നമ്മുടെ ഈ മനുഷ്യന്മാരുടെ സിസ്റ്റം എനിക്ക് ഭയങ്കര ദേഷ്യം വരാറും ഒക്കെ ഉണ്ട്. ഈ സിസ്റ്റം കണ്ടുപിടിച്ചവർ എന്റെ കൈ കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ മോന്ത ഇങ്ങനെ പിടിച്ച് ഭിത്തിയിൽ വെച്ച് ഇങ്ങനെ ഉരയ്ക്കാൻ തോന്നും ചില സമയങ്ങളിൽ. ബട്ട് ചില സമയങ്ങളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ലോകത്ത് ഇങ്ങനെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റിയതിൽ. അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, മൃഗങ്ങൾ ഓർത്ത് നോക്കിയേ, അവര് എന്താ പറയാ, അവർക്കൊരു ഷെൽട്ടർ ഇല്ല പ്രോപ്പറായിട്ട്, പിന്നെ അവർക്ക് ഇങ്ങനെ നമ്മളെപ്പോൾ ഡ്രസ്സ് ഒന്നും ഇട്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. പിന്നെ ഇത്രയും നമുക്കൊരു വാല്യൂ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിന്, നമ്മുടെ റിലേഷൻഷിപ്സിന്, നമ്മുടെ പേരൻസ്, നമ്മുടെ ഇൻലോസ്, നമ്മുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നമുക്ക് സിബ്ലിങ്സ്. ഞാൻ എനിക്കറിയില്ല എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു അല്ലേ. ഇവിടെ ഞാൻ എപ്പോഴും എന്റെ വാൾഡ്രോബ് വിന്റർ റെഡിയും സമ്മർ റെഡി ആക്കി വെക്കാറുണ്ട്. ബിക്കോസ് വിന്ററിന്റെ സമയത്ത് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ജാക്കറ്റ്സും സ്വെറ്റേഴ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. പക്ഷേ സമ്മറിന്റെ സമയത്ത് നമുക്ക് അത്രയും സാധനങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ യൂഷ്വലി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ നിൽക്കുന്ന അത്രയും, നമ്മളിപ്പോഴും സ്റ്റിൽ ഇവിടെ റെന്റിങ് അല്ലേ, സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റോറേജിനൊക്കെ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എന്റെ വിന്ററിന്റെ സമയത്ത് ഞാൻ എന്റെ സമ്മർ ഡ്രസ്സുകൾ, അതായത് ഫ്രോക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടി ലൈക്ക്
ഷോർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വേണ്ട സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് ഇടാൻ പറ്റില്ല. സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എന്റെ പെട്ടിക്കകത്ത് കയറ്റി വെക്കും. അപ്പൊ ഇപ്പം വിന്റർ മാറി സമ്മറായി. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാല് വിന്റർ ആയിട്ടുള്ള അതായത് വിന്റർ ഡ്രസ്സുകൾ കുറെ ഉണ്ട്. ഈ ഒരു സെഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫുള്ള് ജാക്കറ്റ്സുകളാണ്. അപ്പം ഈ ജാക്കറ്റും സംഭവങ്ങളും ഒന്നും ഇനി നമുക്ക് അണ്ടിൽ നെക്സ്റ്റ് വിന്റർ വരെ ആവശ്യമില്ല. അതുകൊണ്ട് ഇനി ഇതൊക്കെ എടുത്ത് പെട്ടിക്കകത്ത് കയറ്റണം. പിന്നെ അതുപോലെ തന്നെ പെട്ടിക്കകത്തിരിക്കുന്ന കുറെ നല്ല ഡ്രസ്സുകളുണ്ട്. അപ്പൊ ആ ഡ്രസ്സൊക്കെ എടുത്തിനി ഇവിടെ തൂക്കണം. അത് ഇതുവരെ കാര്യം സമ്മർ തുടങ്ങി ഇപ്പം മാസം 1 ആയി, പക്ഷെ ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് പറ്റുകയാണെങ്കിൽ അതൊന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ലോണ്ടറി പരിപാടി ഏകദേശം കഴിഞ്ഞു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ തുണിയും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് പരിപാടി വന്നിട്ട് ഈ പെട്ടി അൺബോക്സിംഗ് ആണ്. ഐ ജസ്റ്റ് റിയലി ഹേറ്റ് ഇറ്റ്. ഓക്കെ, അതിപ്പോ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാലും ഇത് തന്നെ അവസ്ഥ. നാട്ടിൽ നിന്ന് ഒരു 23 കിലോ നമുക്ക് കൊണ്ടുവരാമെങ്കിൽ 23 കിലോയും കുത്തി നിറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ വരും. എന്നിട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ഇതെല്ലാം എടുത്ത് അതാത് സ്ഥാനങ്ങളിൽ വെക്കുക, പിന്നെ പഴയ സാധനങ്ങൾ കളഞ്ഞ് പുതിയ സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് എന്റെ മെയിൻ വിനോദങ്ങൾ, യുനോ സംടൈംസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാ, ട്രിപ്പ് പോകാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടി, പഴയ വീഡിയോസും ഇതും തമ്മിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു ക്ലാരിറ്റി ഡിഫറൻസ് തോന്നാൻ ചാൻസ് ഉണ്ട്. റീസൺ ബീങ് അഖിലിന്റെ കയ്യിലിരിക്കുന്നത് ഒരു ലേറ്റസ്റ്റ് ഐഫോണും എന്റെ കയ്യിലിരിക്കുന്നത് അത്ര ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഫോൺ അല്ല. അപ്പം യൂഷ്വലി ഞാൻ ചില വീഡിയോസ് ഒക്കെ ഞാൻ അതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അഖിൽ ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഫിഷിങ്ങിന് പോയി. എന്നെ വിളിച്ചായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. റീസൺ ബീങ് എനിക്ക് ഈ പരിപാടികളൊക്കെ കുറെ ജോലികളുണ്ട്, അതെല്ലാം എനിക്ക് പെൻഡിങ് ആണ്. പിന്നെ നാളെ തൊട്ട് ജിമ്മ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. 1 month ആയി ഏകദേശം ഞങ്ങളിപ്പോ ബ്രേക്ക് എടുത്തിട്ട്. സോ അപ്പൊ ഈ ഗ്രോസറിയും കുക്കിങ്ങും പരിപാടികളും ഒക്കെ തീർത്ത് വെച്ചില്ലെങ്കിൽ അത് പിന്നെ നാളെ തൊട്ട് ജോലി കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് എനിക്ക് മെനക്കേടായിരിക്കും. ബിക്കോസ് ഞാനിപ്പോ എഡിറ്റിങ്ങിനും കൂടി ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കുറെ സമയം അങ്ങനെ പോവാറുണ്ട്. പിന്നെ എല്ലാരും ഇവിടെ എന്നെ കളിയാക്കാറുണ്ട്. ഞാനൊരു OCD പേഷ്യന്റ് ആണെന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് OCD ഒന്നും ഇല്ല കേട്ടോ. എനിക്കൊരു ഇച്ചിരി വൃത്തി കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇരിക്കേണ്ട സാധനങ്ങളൊക്കെ ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ ഇരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനത്തേതായ ചില പ്രശ്നങ്ങളൊക്കെ എനിക്കുള്ളൂ. അപ്പൊ ഞാൻ ഓർക്കും, ഇപ്പം അതിലിനെ കണ്ടില്ലേ, ഈ പണികളൊക്കെ ഉണ്ടെങ്കിലും ആള് ഫിഷിങ്ങിനും പരിപാടികൾക്കും ഒക്കെ പോയി. അങ്ങനെ ആൾക്കിതൊന്നും അത്ര ബോധേഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു ആളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അതൊട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എനിക്കിങ്ങനെ സ്ട്രെസ് ആയിരിക്കും. അയ്യോ ഇനി വീട്ടിൽ പോകണമല്ലോ, ഞാൻ കുക്കിംഗ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ, അയ്യോ ഞാൻ ഒതുക്കിപ്പറക്കി വെച്ചിട്ടില്ലല്ലോ, പെട്ടി ഞാൻ സെറ്റ് ആക്കിയിട്ടില്ലല്ലോ, അങ്ങനത്തേതായ എന്നെ അത് ബോധർ ചെയ്തോണ്ടിരിക്കും. 1. പിന്നെ 2, ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ ടയേർഡാണ്, ബോഡി ടയേർഡാണ് എന്റെ. അപ്പം എനിക്ക് വീണ്ടും വെളിയിൽ പോയി വെയിൽ കൊണ്ട് വെളിയിൽ പോയി അത്രയും ഞാൻ ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ അല്ല. ഒരു സിംഗിൾ വേർഡിൽ പറയാനാണെങ്കിൽ ഞാൻ സോഷ്യൽ ബട്ടർഫ്ലൈ അല്ല. എനിക്ക് അങ്ങനെ എന്താ പറയാ, വെളിയിൽ പോയിട്ട് ഈ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുള്ള ഒരു മൈൻഡ് എനിക്കില്ല. സോ എന്റെ സോഷ്യൽ ബാറ്ററി ഭയങ്കര ഡൗൺ ആണ് ഇന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി എല്ലാം നല്ല ഒതുക്കി തുടങ്ങട്ടെ. ഇത് വന്നിട്ട് എന്റെ മേക്കപ്പ് പൗച്ചാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നതല്ല, പക്ഷെ ഇതിലാണ് ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത്. സോ ദാറ്റ് എല്ലാം കയ്യിലുണ്ടല്ലോ, ഏതാണ് എപ്പോഴാണ് ആവശ്യം വരിക എന്നറിയില്ല. സോ ഇതെപ്പോഴും എന്റെ കയ്യിലുണ്ടാവും. അപ്പൊ ഇനി ഇതൊക്കെ ഒതുക്കി മാറ്റി വെക്കണം. ഇതെന്റെ ജ്വല്ലറി ബോക്സ് ആണ്. ഞാൻ കൊണ്ടുപോയ മാല, വള, കമ്മല്, ക്ലിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് ഞാൻ കൊണ്ടുപോയ മറ്റേ മെഡിസിൻ, അത്യാവശ്യത്തിന് കുറച്ച് മെഡിസിൻ ഞാൻ എവിടെ പോയാലും ക്യാരി ചെയ്യും. കാരണം എപ്പോഴാണ് ആവശ്യം വരിക എന്നറിയില്ലല്ലോ. അപ്പൊ അത്. പിന്നെ നമ്മുടെ ഹെയർ സ്ട്രൈറ്റ്നർ, പിന്നെ ഇതൊരു ബോഡി ക്രീം, ഹെയർ സ്പ്രേ, ബ്രഷ്, ഹെയർ ഡ്രയർ, സൺസ്ക്രീൻ സ്പ്രേ, ബോഡി സ്പ്രേ, വീണ്ടും മെഡിസിൻ. ഇത് ടൈലനോൾ ആണ്. ഇവിടെ നമ്മുടെ പനിക്ക് വേദനകൾക്കൊക്കെ കഴിക്കുന്ന ഒരു സാധനം. പിന്നെ ഡ്രസ്സ്. ഒരു ടർക്കി. വീണ്ടും ബാക്കിയുള്ളതെല്ലാം ഡ്രസ്സാണ്. ഇതിലെ പകുതി സാധനങ്ങളും സത്യം പറഞ്ഞാൽ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ള സാധനങ്ങളല്ല. ഫോർ എക്സാമ്പിൾ ഈ ഹെയർ ഡ്രയർ അല്ലെങ്കിൽ ടവല്, ഇതൊന്നും നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ള സാധനങ്ങളല്ല. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ ഇതെല്ലാം ഉള്ളതാണ്. പക്ഷെ
പിന്നെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. ഞാൻ പോകുമ്പോൾ ഈ വക സാധനങ്ങളെല്ലാം ക്യാരി ചെയ്തുകൊണ്ട് പോകും. അതേപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ അകൽ എന്റെ അടുത്ത് പറയും, ഇവിടെ ഫാർമസിയും കാര്യങ്ങളൊക്കെ ഐ മീൻ ഈ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് ഒക്കെ ഉണ്ട്, നമുക്ക് മെഡിസിൻ ഒക്കെ വാങ്ങാനായിട്ട് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന. ഇവൻ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഗ്രോസറി കടകളിലൊക്കെ ഗ്യാസ് സ്റ്റേഷനിൽ ഇവിടെയൊക്കെ നമുക്ക് ഈ ടൈലനോൾ പോലത്തെ മെഡിസിൻസ്, ടൈലനോളിനോട് പാരസെറ്റമോൾ അങ്ങനത്തെ മെഡിസിൻസ് അവൈലബിൾ ആണ്, ഓവർ ദ കൗണ്ടർ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ എന്റെ ഒരു ഇതിന് ഞാൻ ഇതൊക്കെ ക്യാരി ചെയ്തോണ്ട് പോകും. ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഞാൻ പെറുക്കി കെട്ടിക്കൊണ്ടുപോകും. എന്തോ ഞാൻ അങ്ങനെയാണ് ഗൈസ്. എന്നെ പോലെയുള്ളവരാണോ നിങ്ങൾ? എന്നെ പോലെ ഉള്ളവരായിരിക്കില്ല എന്തായാലും ഭൂരിഭാഗവും. ഇൻ കേസ് എന്നെ പോലെ ഉള്ളവരാണ് കുറച്ച് പേരെങ്കിലും ഒന്ന് കമന്റ് ബിലോ, എനിക്കൊരു ആശ്വാസമാവും ഇതൊക്കെ കേൾക്കുമ്പോൾ. ഞാൻ മാത്രമല്ല, ഐ എം നോട്ട് അലോൺ എന്നെനിക്ക് ഒരാശ്വാസം കിട്ടും. പിന്നെ ഇതൊക്കെ ഞാൻ ആരോട് പറയാനാകും? പാടെ 10-20 പേരാണ് എന്റെ യൂട്യൂബ് വീഡിയോ കാണുന്നത് അല്ലെ. അതില് 3/4 ഐ തിങ്ക് ഞാൻ അങ്ങോട്ട് ലിങ്ക് അയച്ചു കൊടുത്ത് കാണുന്ന കുറച്ച് വളരെ ചുരുക്കം നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സും. അതിൽ എന്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയാറുണ്ട്. എല്ലാരും അല്ല കേട്ടോ, ചിലര് കുറെ പേര് കണ്ടിട്ട് ലൈക്ക് ഒപ്പീനിയൻസ് നന്നായിട്ട് ഷെയർ ചെയ്യുന്നവരുണ്ട്. അറ്റ് ദ സെയിം ടൈം കുറെ ഫ്രണ്ട്സ് എന്റെ അടുത്ത് പറയാറുണ്ട്, നീ ഈ വീഡിയോ ഇടുന്നതല്ലേ, അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടേ എന്ന് കരുതി ഞങ്ങൾ ചുമ്മാ ഒരു ലൈക്കും ഒരു കമന്റും ഇടാറുണ്ട്, അല്ലാതെ ഞങ്ങൾ വീഡിയോസ് ഒന്നും കുത്തിയിട്ട് കാണാറില്ല എന്ന്. സോ വിച്ച് ഈസ് ഓക്കെ. ബട്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്യും ഗൈസ്. എന്റെ ട്രൈ കണ്ട് അവര് വീഴണം, അതാണ് എന്റെ ലക്ഷ്യം. ഞാൻ അങ്ങനെ ഒരു വളർന്ന് വന്തലിച്ചൊരു വലിയ യൂട്യൂബറാവും. അപ്പൊ ഞാൻ നാളെ ഒരു 1 million ഒക്കെ അടിക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ ആ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യാം. അന്നത്തെ വ്യൂ എനിക്ക് 15 ആയിരുന്നു, ഇന്നത്തെ വ്യൂ എനിക്ക് 1 million ആണെന്നും പറഞ്ഞു. എന്തൊക്കെ സ്വപ്നങ്ങളാണെന്നറിയോ? നമ്മുടെ ഒതുക്കലും പെറുക്കലും ഒക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയ സ്ഥിതിക്ക് ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കിയാലോ എന്ന് വിചാരിക്കാം. ഞാൻ യൂസ് ചെയ്യണത് ഈ 3 ഓയിൽസ് ആണ്, കോക്കനട്ട് ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ ആൻഡ് റോസ്മേരി ഓയിൽ. ഇതിൽ കോക്കനട്ട് ഓയിലും ഗ്രേപ്പ് സീഡ് ഓയിലും ഓരോ സ്പൂൺ വെച്ചിട്ട് എടുക്കും, പിന്നെ റോസ്മേരി ഓയിൽ ഒരു 10 drops എടുക്കും. എന്നിട്ട് കുറച്ചു നേരം ഞാനൊന്ന് ജസ്റ്റ് എണ്ണ ഒന്ന് മൈക്രോവേവ് ചെയ്യും, ലൈക്ക് ഒരു 30-35 seconds. ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻ ദ മെയിൻ ടൈം ഷോപ്പിലും കൂടെ ഒന്ന് വിളിച്ചായിരുന്നേ, ബിക്കോസ് ഇന്ന് 1ാമത്തെ കാനഡ ഡേ ആയതുകൊണ്ട് ഷോപ്സ് ഓപ്പൺ ആണോ എന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് തിങ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോളിഡേ അവേഴ്സ് ആണോ എന്നും അറിയില്ലല്ലോ, ബിക്കോസ് നേരത്തെ അടയ്ക്കുമോ എന്നൊന്നും അറിയില്ല. സോ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ 9 മണി വരെ ഓപ്പൺ ആണ് എന്നാണ് പറഞ്ഞത്, ബോത്ത് അവരുടെ ഗ്രോസറിയും ഫിഷ് മാർക്കറ്റും. അപ്പോൾ ഇനിയിപ്പോൾ അധികം സമയം കളയുന്നില്ല. ഇവിടെ ഇപ്പം 7:20 ഞാൻ വിചാരിക്കുന്നു അങ്ങോട്ട് നടക്കാം, ഇങ്ങോട്ടും ഒത്തിരി സാധനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഊബർ വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ടും തിരിച്ച് നടക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദി ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. അപ്പോൾ ഗൈസ് ഓൾ സെറ്റ് ടു ഗോ. നമ്മൾ ഒരുങ്ങി കെട്ടി പോകുന്നത് ആക്ച്വലി മീൻ വാങ്ങിക്കാനാണ്. ഇതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ, മീൻ, തക്കാളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനാണ്. അപ്പോൾ പോയിട്ട് വരാം. ഞാനിപ്പോൾ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പം 1.6 kilometers ആണ് നമ്മുടെ ഈ ഒരു ഗ്രോസറി ഷോപ്പിലേക്ക്. നടന്നു പോകാൻ അറൗണ്ട് ഒരു 20 minutes ആണ് അവർ പറയുന്നത്. ഇപ്പോൾ സമയം 7:45. കണ്ടോ, സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു നിൽക്കുക. 7:45 നാണമില്ലടോ, തനിക്ക് വീട്ടിൽ പൊക്കൂടെടോ. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, ബിക്കോസ് നമുക്കിവിടെ സമ്മർ ഒരു 4 months ഒക്കെ ഉള്ളൂ. അപ്പം ആ ഒരു കിട്ടുന്ന സൂര്യനും ഒന്നും നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കരുത്. എൻ്റെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തപ്പോൾ നല്ല കോമഡിയാണ്. ഡെയിലി ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് ഞാൻ വൈറ്റമിൻ ഡിക്ക്. അപ്പം കിട്ടുന്ന സൂര്യനെ അങ്ങോട്ട് ആസ്വദിക്കുക. സൂര്യൻ പോവാതിരുന്നാൽ അത്രയും നല്ലത്. പക്ഷേ ഈ ചില സമയം ഇവിടെ ചൂടെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, ഭയങ്കര ചൂട് വരും. ചില ദിവസങ്ങളൊക്കെ 35 to 40 degrees ഒക്കെ വരാറുണ്ട്. എൻ്റെ അമ്മേ, അപ്പോഴൊക്കെ ഭയങ്കര ചൂടാട്ടോ. ഞാൻ ഈ ഹാറ്റും സൺഗ്ലാസ്സും ഒക്കെ എടുത്തത് എത്ര നന്നായി എന്നിപ്പോൾ വിചാരിക്കുക. നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റോപ്സ് വന്നിട്ട് എവറി 250 meters അല്ലെങ്കിൽ ഒരു 300 to 400 meters നെക്സ്റ്റ് സ്റ്റോപ്പ് ഉണ്ട്. നാട്ടിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പം ഒരു വീടിൻ്റെ മുന്നിലൊരു ബസ് സ്റ്റോപ്പ്, പിന്നെ ഒരു 5 വീടിനപ്പുറം വേറൊരു ബസ് സ്റ്റോപ്പ്, അങ്ങനെയാണ് ഇവിടെ. പിന്നെ നമുക്ക് അങ്ങനെ തോന്നുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാനൊന്നും നടക്കില്ല കേട്ടോ. ഇത് ഈ ക്രോസ് വാക്കിന്റെ അവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്, അതിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പെഡസ്ട്രിയൻ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളിതാ നമ്മുടെ ഷോപ്പിലെത്തി.
അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് മാർക്കറ്റ്. അപ്പൊ എനിക്ക് വേണ്ട മീൻ കിട്ടിയില്ല, ബട്ട് അതേപോലത്തെ ഒരെണ്ണം തട്ടിക്കൂട്ടി ഒപ്പിച്ചു. പിന്നെ ഇതായിരുന്നു ഗ്രോസറി ഷോപ്പ്. ഇവിടെ ചെന്നപ്പം മലയാളം പാട്ടൊക്കെ. ഇവിടെ നമ്മുടെ ഇന്ത്യൻ സ്റ്റഫ് എല്ലാം അവൈലബിൾ ആണ്. പാത്രങ്ങളും നമ്മുടെ പച്ചക്കറികളും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും. സാധനമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. വേഗമായിരുന്നു, എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ആക്ച്വലി കിങ് ഫിഷ് തപ്പിയാണ് പോയത്, പക്ഷേ കിങ് ഫിഷ് എനിക്ക് കിട്ടിയില്ല. പക്ഷേ അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ നൈസ് ചേട്ടനായിരുന്നു, ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് എനിക്കറിയാവുന്ന ബ്രോക്കൺ തമിഴ്, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊട്ട് ചേട്ടന് മനസ്സിലാവുന്നുമില്ല, തമിഴൊട്ട് എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയാവുന്ന ഇംഗ്ലീഷും തമിഴും ഒക്കെ കൂട്ടിക്കുറിച്ച് ഞാനൊരു വിധത്തിൽ ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് കിങ് ഫിഷാണ് വേണ്ടത്. സോ കിങ് ഫിഷ് ഇല്ലാത്ത സ്ഥിതിക്ക് കിങ് ഫിഷ് പോലത്തെ ബോൺ കുറവുള്ള എന്തെങ്കിലും ഒരു ഫിഷ് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ആ ചേട്ടൻ ഏതോ ഒരു ഫിഷ് എനിക്ക് വെട്ടി സെറ്റാക്കി ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. 1 LB ഞാൻ വാങ്ങിയത്, കാരണം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ആ മീൻ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാതെ ഒത്തിരി വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. സോ വീട്ടിൽ ചെന്ന് കറി വെച്ച് നോക്കിക്കഴിയുമ്പോൾ അറിയാം മീൻ എങ്ങനെയുണ്ട് എന്നൊക്കെ. എൻ്റെ തമിഴ് ചേട്ടൻ എത്രത്തോളം മനസ്സിലായി എന്ന് പറയാം. അധികം ഒന്നും വെയിറ്റ് ചെയ്തില്ല, നേരെ വന്ന പാടെ നേരെ അടുക്കളയിലോട്ട് കയറി. ഇതൊക്കെ ഞാൻ ഇടുവേ ബിഹൈൻഡ് ദ സീൻസ്. വൈകിട്ട് ചോറിനുള്ള കറിയും അതേപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് കഴിക്കാനുള്ള മീൽ പ്രപ്പുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ വീക്കെൻഡ് മാത്രമേ പൊതുവെ ഇവിടെ ചോറ് ഉണ്ണല് തന്നെ ഉള്ളൂ. പിന്നെ ഇതിപ്പോ നെക്സ്റ്റ് വീക്കിലേക്കുള്ള മീൽ പ്രപ്പിന് നമ്മൾ കറിയും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ എടുത്തു വന്നപ്പം ആക്ച്വലി ഇത്രയും ചോറും കറികളും ആയി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ കാനഡ ഡേ ആയതുകൊണ്ട് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടുത്തുള്ള പാർക്കിലൊക്കെ. അപ്പം നമ്മൾ വിചാരിച്ചു ജസ്റ്റ് പോയിട്ട് ഫയർ വർക്ക്സ് ഒക്കെ ഒന്ന് കാണാം. 10 മണിക്കാണ് തുടങ്ങുന്നത്. വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് ഉണ്ട് ആ പാർക്കിലേക്ക്. പിന്നെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും, തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 9:30 പാർക്കിങ്ങും പരിപാടികളും ഒക്കെ കിട്ടുമോന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കണം, നല്ല തിരക്കുണ്ടാവും. പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച പാർക്കിൽ പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫയർ വർക്ക്സ് കാണുക ചെയ്തത്. അവിടുത്തെ തിരക്ക് കണ്ടോ. കാനഡ ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാനഡയുടെ ബർത്ത്ഡേ. 1867 ജൂലൈ 1 കാനഡ ഒഫീഷ്യലി ഒരു സെൽഫ് ഗവേണിംഗ് കൺട്രി ആയി. ഈ ബ്രിട്ടീഷ് എംപയറിൽ നിന്നും കാനഡയ്ക്ക് ഒരു ഇൻഡിപെൻഡന്റ് നേഷനായി മാറിയത് അന്നായിരുന്നു. അന്ന് ഡൊമീനിയൻ ഓഫ് കാനഡ എന്ന പേരിൽ ഒരു പുതിയ നാടായിട്ടാണ് കാനഡ രൂപം കൊണ്ടത്. ഇതിനു ശേഷമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ടും പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു പാർലമെന്റും ഫെഡറൽ ഗവൺമെന്റും അതേപോലെ മറ്റ് പ്രൊവിൻസുകളും ഒക്കെ കാനഡയായിട്ട് ചേർന്നത്. ഇപ്പൊ നമുക്ക് 10 പ്രൊവിൻസസും 3 ടെറിട്ടറീസും ഉണ്ട്. അറൌണ്ട് ഒരു 15 മിനിറ്റ്സോളം ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാൻ എന്റെ വീഡിയോയുടെ എൻഡ് പാർട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് എന്റെ സ്കിൻ കെയറും പിന്നെ തിരിച്ച് വീടെത്തുന്നതും ബൈ പറയുന്നതും ഒക്കെ. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്റെ വീഡിയോസിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഭയങ്കര ഫ്ലിക്കറിങ്. അപ്പൊ എൻഡ് പോർഷൻ വന്നപ്പം അതിലും ഒരുപാട് ഫ്ലിക്കറിങ് ആയിരുന്നു. ലൈക്ക് സോ ദാറ്റ് എനിക്ക് വീഡിയോയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ട് ഫോഴ്സ്ഫുള്ളി എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സീ യു സൂൺ, ബൈ.